പിന്നെ ഇതിങ്ങൾക്കൊന്നും ഒരു ബോധവും ഇല്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റതിന് ശേഷവും ആ പാട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അയ്യപ്പനെ കൊള്ളയടിച്ചത് ഞങ്ങളാണേ എന്ന് വീണ്ടും പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഈ പരാതി കൊടുത്ത ആ മഹാന് അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയവരെ കുറിച്ച് ഒരു ആക്ഷേപമില്ല. അയ്യപ്പന്റെ സന്നിധിയിലേക്ക് 1000 പോലീസിന്റെ അകമ്പടിയോടെ ആക്ടിവിസ്റ്റുകളെ കയറ്റി ആചാരലംഘനം നടത്തിയപ്പോൾ ഒരു ആക്ഷേപമില്ല. ശബരിമല ശാസ്താവിന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്ന് ഉളുപ്പില്ലാതെ വിളമ്പിയ എം സ്വരാജിനെ കുറിച്ച് ഒരു പരാതിയുമില്ല. അയ്യപ്പന് മാത്രമല്ല മേൽശാന്തിക്കും തന്ത്രിക്കും വരെ ബ്രഹ്മചര്യം ഇല്ലല്ലോ എന്ന് ഇളിച്ചോണ്ട് പറഞ്ഞ പിണറായി വിജയനെ കുറിച്ച് ഒരു ആക്ഷേപമില്ല. ഏറ്റവും അവസാനം ഈ പത്മകുമാറിനെ പോലെ വാസുവിനെ പോലുള്ള മുന്തിയ പൗരപ്രമുഖന്മാർ, പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ പൗരപ്രമുഖന്മാർ, പാർട്ടി നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെ കട്ടിളയും മേൽക്കൂരയും വരെ കൊള്ളയടിച്ചതിൽ ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ നേതാവിന് ഒരു ആക്ഷേപമില്ല. ഏതോ പാവപ്പെട്ടവൻ ഒരു പാട്ട് എഴുതിയതിനെ കുറിച്ചാണ് ആക്ഷേപം. ഈ പാട്ട് ഇതൊരു തറ പരിപാടിയായി പോയി. പരസ്യമായിട്ട് വഴിയിൽ നിന്ന് പാടും. എന്ത് ചെയ്യും? പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ ധനമൂറ്റിയേ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. എന്താ ചെയ്യാ? പിടിച്ചകത്തിടോ? അന്ന് കാണണല്ലോ. പണ്ട് ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. മതവികാരത്തിന്റെ കുത്തവകാശം CPM ഒട്ടുമേ നൽകിയിട്ടില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു.